പോകുന്നത് തേർഡ് ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷനും കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റും ഇതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ളത്. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ആ 8ാം ക്ലാസ്സിലേക്കുള്ള ആ ബാലൻസ് ചെയ്യാനുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ 9 ചെയ്യുന്നത്. അപ്പൊ 8നും 9നും ഒരു കോമൺ പോർഷൻ ആണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും, എന്തൊക്കെ ഘടകങ്ങളാണ് ഇക്വേഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നോക്കാം. അപ്പോ അതിനു മുന്നേ ആയിട്ട് ഇവിടെ ഒരു നിയമം നമുക്ക് പഠിക്കാനുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ചാൽ മാസ് സംരക്ഷണ നിയമം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ചാൽ മാസ് സംരക്ഷണ നിയമം. അതായത് മാസ് സംരക്ഷണ നിയമം എന്താ പറയുന്നത്? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാസ് എന്ത് ചെയ്യുന്നില്ല? നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇതേപടിയും പഠിച്ചാൽ മതി. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഒരു രാസപ്രവർത്തനത്തിൽ മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാലൻസിങ് ഓഫ് ഇക്വേഷനിലേക്ക് പോവാം. ജസ്റ്റ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആ നിയമം അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ബാലൻസിങ് ഓഫ് ഇക്വേഷൻ. ഈ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് 8നും 9നും ഒരു കോമൺ പോർഷൻ ആണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ. 8ന്റെ 2ാമത്തെ ചാപ്റ്ററും 9ന്റെ 3ാമത്തെ ചാപ്റ്ററിലുള്ള കോമൺ പോർഷൻ ആണ് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ. നമുക്കറിയാം എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ. അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ 2 സൈഡ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഒരു റിയാക്ടന്റ് സൈഡും ഉണ്ടായിരിക്കും, ഒരു പ്രോഡക്റ്റ് സൈഡും ഉണ്ടായിരിക്കും. ആ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ഒരേ തരത്തിലുള്ള, അതായത് ഒരേപോലുള്ള ആറ്റങ്ങളുടെ നമ്പറുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ ആയിരിക്കണം അല്ലെ. പിന്നെ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ. ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഒരേപോലുള്ള ആറ്റങ്ങളുടെ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് റിയാക്ടൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ് അല്ലെ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ. അപ്പൊ എന്താണ് പ്രോഡക്ട്സ്? കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നവയാണ് എന്ത്? പ്രോഡക്ട്സ്. അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവര് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ്. കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് കിട്ടുന്നത് പ്രോഡക്ട്സ്. അപ്പൊ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും റിയാക്ടൻസും പ്രോഡക്ട്സും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കിടക്കുവാണ്. മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. നോക്കാം മഗ്നീഷ്യവും. ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിനകത്തുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ ആറ്റമുണ്ട്? മഗ്നീഷ്യവും ഉണ്ട്, ഓക്സിജനും ഉണ്ട് ഇല്ലേ. മഗ്നീഷ്യവുമായി ഓക്സിജനുമായി ഒരു ടേബിൾ ആക്കി എഴുതാം. ഇനി ഇത് റിയാക്ടന്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിൽ എത്ര മഗ്നീഷ്യം ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡിൽ എത്ര മഗ്നീഷ്യം ആറ്റം ഉണ്ട്. റിയാക്ടന്റും പ്രോഡക്റ്റും നോക്കാം. മഗ്നീഷ്യം റിയാക്ടന്റ് സൈഡിൽ എത്ര ഉണ്ട്? ഇവിടെ ഒരു മഗ്നീഷ്യം ആറ്റം മാത്രമേ ഉള്ളൂ അല്ലെ. മഗ്നീഷ്യം 1 മാത്രമേ ഉള്ളൂ. റിയാക്ടന്റ് സൈഡിൽ ഒരു മഗ്നീഷ്യം. ഇത് ഇത്രയുമാണ് റിയാക്ടന്റ് എന്ന് പറയുന്നത്. ഇത് പ്രോഡക്റ്റ് സൈഡ് ആണ്. അപ്പോ ഒരു മഗ്നീഷ്യം ആറ്റം മാത്രമേ ഉള്ളൂ. അടുത്തത് പ്രോഡക്റ്റ് സൈഡിൽ എത്ര മഗ്നീഷ്യം ഉണ്ട്? പ്രോഡക്റ്റ് സൈഡിൽ ഒരു മഗ്നീഷ്യം ആറ്റമേ ഉള്ളൂ. ശരിക്കും ഇവിടെ മഗ്നീഷ്യം എന്താണെന്ന് ബാലൻസ്ഡ് ആണ് അല്ലെ. മഗ്നീഷ്യം രണ്ടിടത്തും ഓരോന്ന് വീതമേ ഉള്ളൂ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് തോന്നും. ശരി. ഇനി അടുത്തത് ഓക്സിജൻ. ഓക്സിജൻ ഇവിടെ
റിയാക്ടന്റ് സൈഡ് എത്ര ഓക്സിജൻ ഉണ്ട്? Mg+O2 ല് 2 ഓക്സിജൻ റിയാക്ടന്റ് സൈഡ് ഉണ്ട്. ഇവിടെയോ ഒരു ഓക്സിജനേ ഉള്ളൂ. MgO ല് ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേ അറിയാം നമുക്ക് ആരെ ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു? ഓക്സിജനെ ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്സിജനെ മാത്രമായിട്ട് ബാലൻസ് ചെയ്താൽ ഇവിടെയാണ് ശരിക്കും നമുക്ക് എണ്ണം കൂട്ടേണ്ടത് ഓക്സിജന്റെ. അപ്പൊ അതിനെ മാത്രമായിട്ട് ബാലൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആരുടെ എണ്ണം കൂടും? മഗ്നീഷ്യത്തിന്റെ എണ്ണം കൂടും അല്ലെ? ഓക്സിജനെ മാത്രം ബാലൻസ് ചെയ്യുകയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ എണ്ണവും അവിടെ കൂടും. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടുപേർക്കും ദോഷമില്ലാത്ത തരത്തിൽ രണ്ടുപേരുടെ എണ്ണം ഒരുപോലെ ആക്കണം. ശരി, നോക്കാം. മഗ്നീഷ്യം രണ്ടിടത്തും ഒരുപോലെ ആയതുകൊണ്ട് നമ്മളിപ്പോ ആദ്യം മഗ്നീഷ്യത്തിലേക്ക് പോകുന്നില്ല. ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ഇവിടെ 2 ഓക്സിജൻ ഇല്ലേ? ഇപ്പുറത്ത് ഒന്നേ ഉള്ളൂ. അപ്പൊ എളുപ്പ വഴിക്ക് ഇവിടെ 2 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. അതിന്റെ കെമിക്കൽ ഫോർമുല തന്നെ മാറിപ്പോവും. MgO2 എന്നൊക്കെ ആയി പോകും അല്ലെ? അപ്പൊ അവിടെ കൊണ്ടുവന്ന് 2 എളുപ്പത്തിൽ കൊണ്ടുവന്ന് 2 ഇട്ട് കൊടുക്കരുത്. അവിടെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മോളിക്യൂളിന്റെ എണ്ണത്തിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റൂ. കെമിക്കൽ ഫോർമുല നമുക്ക് ചേഞ്ച് ചെയ്യാനേ കഴിയില്ല. മോളിക്യൂളിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തി കൊടുക്കാം അല്ലെ? ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നു നോക്കുക. ഇവിടെ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനും ബാധകമാണ്, ഓക്സിജനും ബാധകമാണ്. ശരിയല്ലേ? അതായത് 2MgO എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒന്നാമത്തെ MgO, അടുത്തത് രണ്ടാമത്തെ MgO. ശരിയല്ലേ? 2 മഗ്നീഷ്യം ഓക്സൈഡുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോ 2 മഗ്നീഷ്യവും 2 ആയി, ഓക്സിജനും 2 ആയി. ശരിയല്ലേ? അപ്പൊ ഇവിടെ ആര് ബാലൻസ്ഡ് ആയി? മഗ്നീഷ്യം ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഓക്സിജൻ ബാലൻസ്ഡ് ആയപ്പോ ഇവിടെ നോക്കേ, മഗ്നീഷ്യം പ്രോഡക്റ്റില് 1 എന്നുള്ളത് മാറി ഇപ്പോൾ ഇവിടെ 2 ആയില്ലേ? 2 ആയി. 1 എന്നുള്ളത് മാറി 2 ആയി. ഇനി ചെയ്യേണ്ടത് ഇവിടെ പക്ഷെ ഒന്നേ ഉള്ളൂ. അപ്പൊ ആ 1ന് നമുക്ക് എത്രയാക്കണം? 2 ആക്കണം. ഇവിടെ 2 കൊടുത്താ പോരെ? എന്തായി? 2 ആയി. ഈ വെട്ടിയിട്ടേക്ക് ഞാൻ ജസ്റ്റ് സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പുതിയതായിട്ട് എഴുതുന്നത് ഒരു ടേബിൾ വരച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോ മഗ്നീഷ്യം 2 മഗ്നീഷ്യം വീതമായി, ഓക്സിജൻ 2 ഓക്സിജൻ വീതമായി. അപ്പൊ എങ്ങനെയായി? 2Mg+O2 gives 2MgO. 2Mg+O2 gives 2MgO. അതാണ് ബാലൻസ് ചെയ്ത ഇക്വേഷൻ. എപ്പോഴും ഇക്വേഷൻ ബാലൻസ് ചെയ്ത ശേഷം എടുത്ത് എഴുതിയേക്കണം. ക്വസ്റ്റ്യൻ ആയിട്ട് ബാലൻസ് ചെയ്യാൻ നിൽക്കരുത്. ബാലൻസ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയി എന്ന് കണ്ടാൽ എടുത്ത് എഴുതിയേക്കുക. അപ്പോൾ the balanced equation is 2Mg+O2 gives 2MgO. ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിയോ? 2 മഗ്നീഷ്യവും 2 ഓക്സിജനും റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. ശരി, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. H2 plus Cl2 gives 2HCl. H2 plus Cl2 gives HCl. H2 plus Cl2 gives HCl. നോക്കാം. ഇവിടെ ഡിഫറെന്റ് ആറ്റംസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. റിയാക്ടന്റ് സൈഡ് എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. പ്രോഡക്റ്റ് സൈഡ് എത്ര ഹൈഡ്രജൻ? പ്രോഡക്റ്റ് ഇതാണ്, ഇത് ഇത്രയും റിയാക്ടന്റ്സ് ആണ്. പ്രോഡക്റ്റ് സൈഡ് എത്ര ഹൈഡ്രജൻ? 1 ഹൈഡ്രജൻ. റിയാക്ടന്റ് സൈഡ് എത്ര ക്ലോറിൻ? 2 ക്ലോറിൻ. പ്രോഡക്റ്റ് സൈഡ് എത്ര ക്ലോറിൻ? പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് അല്ലെ? പ്രോഡക്റ്റ് സൈഡ് എത്ര ക്ലോറിൻ? 1 ക്ലോറിൻ. രണ്ടുപേരെയും ബാലൻസ് ചെയ്യണം. അതായത് ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യണം, ക്ലോറിനെയും ബാലൻസ് ചെയ്യണം. ഏത് സൈഡാ ബാലൻസ് ചെയ്യേണ്ടത്? ഇവിടെ 2 വീതം ഉണ്ട്. അത് കുറയ്ക്കാൻ പറ്റുമോ? കഴിയില്ല. അപ്പൊ നമുക്ക് HCl മോളിക്യൂളിന്റെ എണ്ണത്തിൽ കൂടുതൽ വരുത്താൻ കഴിയും അല്ലെ? അപ്പോ 2 വീതം വേണം. നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ. എന്ത് ചെയ്യാം? 2 കൊടുത്താൽ പോരെ? ഇവിടെ ഇട്ട് കൊടുക്കുക. ആ സൈഡ് മാത്രമേ റിയാക്ടൻസ്, അതായത് ആ സൈഡ് മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ 2 ഇട്ട് കൊടുത്തു. നോക്കേ, ഇത് നോക്കേ, ഹൈഡ്രജൻ 2, ഇവിടെയും 2 ആയിട്ടുണ്ട്. ഇവിടെ ക്ലോറിൻ 2, ഇവിടെയും 2 ആയിട്ടുണ്ട്. ശരിയായില്ലേ? അപ്പൊ ഇതാണ് ഇക്വേഷൻ. ബാലൻസ് ചെയ്ത ഇക്വേഷൻ എങ്ങനെ വരുന്നു? H2 plus Cl2 gives 2HCl. ഇതിന്റെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ടെക്സ്റ്റില് പേജ് നമ്പർ 46-ലാണ് സിങ്ക് പ്ലസ്
HCl gives single chloride plus H2. Zinc plus HCl gives single chloride plus H2. നോക്കേ ഇവിടുത്തെ ഡിഫറെന്റ് ആറ്റംസ് ഏതൊക്കെയാണ്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അതുപോലെ പ്രോഡക്റ്റ് സൈഡ് സിങ്ക്, ക്ലോറിൻ, ഹൈഡ്രജൻ. നോക്കാം. സിങ്ക്, ഹൈഡ്രജൻ, ക്ലോറിൻ. സിങ്ക് റിയാക്ടന്റ് സൈഡ്, ഇത്രയും റിയാക്ടന്റ് സൈഡ്, ഇത് ഇത്രയും പ്രോഡക്റ്റ് സൈഡ്. സിങ്ക് റിയാക്ടന്റ് സൈഡ് എത്രയുണ്ട്? ഒരു സിങ്ക്. പ്രോഡക്റ്റ് സൈഡോ ശരിയാണ്, ZnCl2 മാത്രമേ ഉള്ളൂ, ഒരു സിങ്ക് മാത്രമേ ഉള്ളൂ. ഇനി ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡ് എത്ര ഹൈഡ്രജൻ? റിയാക്ടന്റ് സൈഡ് ഒരു ഹൈഡ്രജൻ. പ്രോഡക്റ്റ് സൈഡ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ആണ് ഇവിടെ പ്രോഡക്റ്റ് സൈഡ് ഉള്ളത്. പ്രോഡക്റ്റ് സൈഡ് 2 ഹൈഡ്രജൻ. അടുത്ത ക്ലോറിൻ. റിയാക്ടന്റ് സൈഡ് ഒരു ക്ലോറിൻ, പ്രോഡക്റ്റ് സൈഡ് 2 ക്ലോറിൻ. അപ്പൊ ആരെയൊക്കെ ബാലൻസ് ചെയ്യണം? ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യണം, ക്ലോറിനെയും ബാലൻസ് ചെയ്യണം. സിങ്ക് ഇവിടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുവാണ്. അപ്പൊ സിങ്കിനെ ബാലൻസ് ചെയ്യാതെ ബാക്കി ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് HCl ഇവിടെ ഹൈഡ്രജന് 2 വീതം ഉണ്ട്, ക്ലോറിന് 2 വീതം ഉണ്ട് അല്ലേ? ഇപ്പുറത്താണ് ഇല്ലാത്തത്. അപ്പൊ 2 വീതം ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, ഒരേ സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ പോലെ. ഇവിടെ ആണ് റിയാക്ടന്റ് സൈഡ് ഇവിടെ അല്ലേ? അപ്പൊ ഇവിടെ 2 ഇട്ട് കൊടുക്കുവാണെങ്കിൽ തീർന്നു അല്ലേ? 2 ഹൈഡ്രജനുമായി 2 ക്ലോറിനുമായി. ഇവിടെയും 2 ഹൈഡ്രജനായി 2 ക്ലോറിനായി. ഓക്കെ, ഹൈഡ്രജന് 2, ക്ലോറിന് 2. ഇനി അതിന്റെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുവന്നു ഇക്വേഷൻ? Zn plus 2HCl gives ZnCl2 plus H2. അപ്പൊ എടുത്ത് എഴുതുക. The balanced equation is zinc plus 2HCl gives zinc chloride plus hydrogen. അടുത്ത ഇക്വേഷൻ നോക്കാം. H2 plus O2 gives H2O. H2 plus O2 gives H2O. Reactant side, product side. Different atoms ആരൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. റിയാക്ടന്റ് സൈഡ് 2 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡ് 2 ഹൈഡ്രജൻ. റിയാക്ടന്റ് സൈഡ് 2 ഓക്സിജൻ, പ്രോഡക്റ്റ് സൈഡ് 1 ഓക്സിജൻ. എങ്ങനെ ബാലൻസ് ചെയ്യാം? പ്രോഡക്റ്റ് സൈഡല്ലേ ഇവിടെ കുറവുള്ളത്, ഇവിടെ 1 ഉള്ളൂ. നമുക്ക് എത്രയാക്കണം? 2 ആക്കണം. 2 കൊടുക്കാം. ഓക്കെ, 2 കൊടുത്തപ്പോ ഓക്സിജൻ ഇവിടെ എത്രയായി? നേരത്തെ 1 ഉണ്ടായിരുന്നുള്ളൂ, ഓക്സിജൻ ഇപ്പോൾ 2 ആയി. പക്ഷേ ആ 2 നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തപ്പോ ഇവിടെ ആരുടെ എണ്ണം കൂടി? ഹൈഡ്രജന്റെ എണ്ണം കൂടി. ഹൈഡ്രജൻ ഇപ്പൊ എത്രയായി? പ്രോഡക്റ്റ് സൈഡില് 2H2O എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ എത്രയായി? 4 ആയി. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ഈ ലെഫ്റ്റ് സൈഡ് 2 ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ എന്ത് വന്നു? 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. ഞാൻ ഇവിടെ വെട്ടി എഴുതിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അതൊരു പുതിയ ടേബിൾ ആക്കി വേണം വെച്ച് എഴുതാനായിട്ട്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 2H2 plus O2 gives 2H2O. അടുത്ത എക്സാമ്പിൾ. N2 plus H2 gives NH3. N2 plus H2 gives NH3. നോക്കാം. ഡിഫറെന്റ് ആറ്റംസ് നൈട്രജനും ഹൈഡ്രജനും. റിയാക്ടന്റ് സൈഡ് 2 നൈട്രജൻ ഉണ്ട്, എന്നാൽ പ്രോഡക്റ്റ് സൈഡ് 1 നൈട്രജനേ ഉള്ളൂ. റിയാക്ടന്റ് സൈഡ് 2 ഹൈഡ്രജൻ ഉണ്ട്, എന്നാൽ പ്രോഡക്റ്റ് സൈഡ് 3 ഹൈഡ്രജൻ. എങ്ങനെ ബാലൻസ് ചെയ്യിക്കാം എന്ന് നോക്കുക. എങ്ങനെ ബാലൻസ് ചെയ്യാം? നൈട്രജൻ 2 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡ് റിയാക്ടന്റ് സൈഡ് 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡ് 1 ഉള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യിക്കാം?
പ്രോഡക്റ്റ് സൈഡിൽ എണ്ണം കൂട്ടാം അല്ലെ, പ്രോഡക്റ്റ് സൈഡിൽ എണ്ണം കൂട്ടാം. പ്രോഡക്റ്റ് സൈഡിൽ നൈട്രജൻ ഇവിടെ അല്ലേ കിടക്കുന്നേ, ഇവിടെ നമുക്ക് 2 കൊടുത്ത് നോക്കാം. 2 കൊടുത്തപ്പോ നൈട്രജൻ എത്രയായി? 2 ആയില്ലേ, നൈട്രജൻ 2 ആയി. പക്ഷേ അവിടെ അങ്ങനെ ആരുടെ എണ്ണം കൂടി? ഹൈഡ്രജന്റെ എണ്ണം കൂടി. 2NH3 എന്നാ വന്നത്. അപ്പൊ ഹൈഡ്രജൻ മൊത്തം ഇവിടെ എത്രയായി? 2 × 3, അതായത് 6 ഹൈഡ്രജൻ അവിടെ ആയിട്ടുണ്ട്. 3 എന്നുള്ളത് മാറി എത്ര ഹൈഡ്രജൻ ആയി? 6 ഹൈഡ്രജൻ ആയി. എന്നാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. 2 എങ്ങനെ 6 ആക്കാം? 2 എങ്ങനെ 6 ആക്കാം? 3 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോ N2 + 3H2 gives 2NH3. ഓക്കെ, നൈട്രജൻ 2 2, ഹൈഡ്രജൻ 6, ഇവിടെയും 6. മനസ്സിലായോ? നൈട്രജനും ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. The balanced equation is N2 + 2H2 N2 + 3H2 gives 2NH3. ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഇനി ഒരു ടെക്സ്റ്റില് പേജ് നമ്പർ 47-ലായിട്ട് കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. Some chemical equations are given below. Note down the number of reactant atoms and that of products atoms in the table given below. ഇവിടെ കുറച്ച് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസിൽ എന്താ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ എഴുതാനാണ്. നമ്പർ എഴുതിയിട്ട് ബാലൻസ്ഡ് അല്ലാത്ത ഇക്വേഷൻസിനെ ബാലൻസ്ഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. O2 gives CO2. N2 + H2 gives NH3. 2H2O2 gives 2H2O + O2. SO2 + O2 gives SO3. BaCl2 + H2SO4 gives BaSO4 + 2HCl. ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കുക. C + O2 gives CO2. കാർബൺ കാർബൺ ഓക്സിജൻ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കേ, ബാലൻസ്ഡ് ആണോ? കാർബൺ റിയാക്ടന്റ് സൈഡ് 1, പ്രോഡക്റ്റ് സൈഡ് കാർബൺ 1. റിയാക്ടന്റ് സൈഡ് കാർബൺ ഓക്സിജൻ 2, പ്രോഡക്റ്റ് സൈഡ് ഓക്സിജൻ 2. ശരിയാണ്. ഈ ഇക്വേഷൻ എന്താണ്? ബാലൻസ്ഡ് ആണ്. അതിന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. N2 + H2 gives NH3. നമ്മളിപ്പോ ചെയ്തതാണ്. നൈട്രജൻ റിയാക്ടന്റ് സൈഡ് 2 ഉണ്ട്, പ്രോഡക്റ്റ് സൈഡ് 1 ഉള്ളൂ അല്ലേ? ബാലൻസ്ഡ് ആണോ? അല്ല, ഇത് ബാലൻസ്ഡ് അല്ല. നമ്മൾ ബാലൻസ് ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. ബാലൻസ്ഡ് ആണോ? അല്ല. 2H2O2 gives 2H2O + O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. 2H2O2 gives 2H2O + O2. ബാലൻസ്ഡ് ആണോ നോക്കാം. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 2H2-നകത്ത് 4 ഹൈഡ്രജൻ, ഇവിടെയും 4 ഹൈഡ്രജൻ. ശരിയാണ്. ഓക്സിജൻ എത്രയുണ്ട്? 2H2O2 അല്ലേ? അപ്പൊ ഓക്സിജൻ മൊത്തം 2 × 2 4 ഉണ്ട്. ഇവിടെയോ H2 ഓക്കെയാത്ത് 2H2 2 ഉണ്ട്, O2 2 ഉണ്ട്. അപ്പൊ ഓക്സിജൻ എത്രയായി? 2 ഉണ്ട്. ശരിയാണ്. ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഇത് ബാലൻസ് ചെയ്ത ഇക്വേഷൻ ആണ്. അടുത്തത് SO2 + O2 gives SO3. SO2 + O2 gives SO3. ഓക്കേ, ഒരു സൾഫർ ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ SO2-ൽ 2 ഓക്സിജനും ഉണ്ട്, O2-ൽ 2 ഓക്സിജനും ഉണ്ട്. അപ്പോൾ റിയാക്ടന്റ് സൈഡിൽ മാത്രം മൊത്തം എത്രയായി? 4 ഓക്സിജൻ ആയി. എന്നാൽ പ്രോഡക്റ്റ് സൈഡ് 3 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. BaCl2 + H2SO4 gives BaSO4 + 2HCl. ബേരിയം ഒരെണ്ണൂറ്റേ ഉള്ളൂ. ശരിയാണ്, ബാലൻസ്ഡ് ആണ്. ക്ലോറിൻ ഇവിടെ 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ. ശരിയാണ്, ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. സൾഫർ ഒരു സൾഫർ ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ 4 ഓക്സിജൻ. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, 2 ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ആ ബാലൻസ് അല്ലാത്ത ഇക്വേഷൻ എന്ത് ചെയ്യുക? എഴുതി കണ്ടുപിടിച്ച് ബാലൻസ്ഡ് ആക്കി എടുക്കുക. ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി കാണും. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 8ാം ക്ലാസ്സുകാർക്ക് ഒരു പുതിയ പോർഷൻ ആണ്. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് മനസ്സിലാവേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
അപ്പൊ ഈ ബാലൻസ് ചെയ്യാനുള്ളത് ഇക്വേഷൻസ് ഒരുപാട് ഇക്വേഷൻ ടെക്സ്റ്റിലുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഇക്വേഷൻസ് എല്ലാം വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ഒരു തവണ ചെയ്ത ഇക്വേഷൻസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ തേർഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് പോർഷൻ ഈ ബാലൻസ് ചെയ്യാനുള്ള പോർഷൻ ആണ്. ഇനി അങ്ങോട്ട് വരുന്ന ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതുപോലെ റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും. അപ്പൊ ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് വരുന്ന പോർഷൻസ്. ഈ ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പഠിക്കുക. ബാലൻസ് ചെയ്ത് പഠിച്ച ശേഷം ഡൗട്ട്സ് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അറ്റോമിക് നമ്പർ ഒക്കെ അറിയാമായിരിക്കും അല്ലെ. പിന്നെ അറ്റോമിക് നമ്പറിനേക്കാൾ കൂടുതൽ ഇവിടെ അറ്റോമിക് നമ്പറിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ആറ്റത്തിനെ കണ്ടുപിടിക്കാനുള്ള കാര്യം മറന്നു പോകരുത്. ആറ്റം എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ BSO4 ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിട്ടു പോകരുത്. ഡിഫറെന്റ് ആറ്റംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം വിട്ടുപോകരുത്, പഠിച്ചിരിക്കണം. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല